വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗ് ഒരിക്കലും കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇതാ നമ്മുടെ എക്സാമിനേഷനൊക്കെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ഡെറിവേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകളും നമുക്കറിയാം, കീ പോയിന്റുകൾ വെച്ചാണ് ഓരോ ഡെറിവേഷനും പഠിക്കേണ്ട. അതിന്റെ കീ പോയിന്റ് സ്റ്റെപ്പുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ സ്റ്റെപ്പുകൾ മാത്രം പഠിച്ചാൽ ആ മുഴുവൻ ഡെറിവേഷൻ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ മക്കളെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. എന്നാൽ നമുക്ക് ഫസ്റ്റ് ഡെറിവേഷൻ പോകാം. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഡെറിവേഷൻ ആണ് ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആണ്. നമുക്കറിയാം, ഒരു സ്പെറിക്കൽ ഷെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡെറിവേഷൻ. അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പുകൾ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. നമുക്കറിയാം, ആദ്യം ഗോസസ് തിയറമാണ്. ഈ ഫിഗർ എല്ലാവരും പഠിക്കും. എല്ലാ ഡെറിവേഷന്റെയും ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഗോസസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, സർഫസ് ഇന്റഗ്രൽ E.ds ആണ് അല്ലെ. അപ്പൊ എന്താണ് ഇന്റഗ്രൽ ds? സർഫസ് ഏരിയ ആണ്. ഗോഷ്യൻ സർഫസിന്റെ ഏരിയ ആണ്. അത് πr² ആണ്. അതേപോലെ തന്നെ Q എന്ന് പറയുന്ന ചാർജ് ആണ്. ചാർജ് എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു എന്താണ് മക്കളെ, അതിന്റെ സർഫസ് ഏരിയ ആണ്. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് E = σ ε0r² ആണ്. റെഡിയാണ് മക്കളെ? എങ്കിൽ അടുത്ത ഡെറിവേഷൻ നമ്മുടെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ. എപ്പോഴും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനകത്തെ രണ്ടും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. എന്തൊക്കെയാണ്? സീരീസ് കോമ്പിനേഷൻ, അതേപോലെ പാരലൽ കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സീരീസിൽ വോൾട്ടേജ് ഡിഫറെന്റ് ആണ്, ചാർജ് സെയിം ആണ്. വോൾട്ടേജ് ഡിഫറെന്റ് ആണെങ്കിൽ V = V1 + V2 + V3 ആണ്. അതേപോലെ തന്നെ Q = CV നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് V = Q/C കിട്ടും. അത് നമ്മൾ ഇട്ടുകൊടുത്തു. എല്ലായിടും ചാർജ് സെയിം ആണ്, വെട്ടിക്കളഞ്ഞു. നമുക്ക് എന്ത് കിട്ടി? 1/C = 1/C1 + 1/C2 + 1/C3 + 1/C3 എന്ന് മനോഹരമായി കിട്ടുന്നതാണ്. അതിനുശേഷം അതിന്റെ പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ ചാർജ് ഡിഫറെന്റ് ആണ്. Q = Q1 + Q2 + Q3 ആണ്. അവിടെ നമ്മൾ Q = CV ഇട്ട് കൊടുത്തു. നമുക്ക് കിട്ടി C = C1 + C2 + C3 എന്ന് കിട്ടി. എങ്കിൽ കറന്റ് ഇലക്ട്രിസിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് വീസ്റ്റൺ ബ്രിഡ്ജിന്റെ ഡെറിവേഷൻ. ആ വീസ്റ്റൺ ബ്രിഡ്ജിന്റെ ഡെറിവേഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ഫിഗർ എല്ലാവരും പഠിച്ചു വെക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് ലൂപ്പിലും മക്കളെ വീസ്റ്റൺ, നമുക്കറിയാം KVL അപ്ലൈ ചെയ്യുക. ക്രിച്ചോഫ് വോൾട്ടേജ് ലോ എന്ത് ചെയ്യുക? ഈ രണ്ട് ലൂപ്പിൽ അപ്ലൈ ചെയ്യുക. ബാലൻസ്ഡ് കണ്ടീഷനിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗാൽബനോമീറ്ററിലെ കറന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ രണ്ട് ലൂപ്പിലും നിങ്ങൾ KVL അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് ഇക്വേഷൻ ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ ഇത്, രണ്ടാമത്തെ ഇക്വേഷൻ ഇത്. ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ നമ്മുടെ ആൻസർ കിട്ടുന്നതാണ്. സിമ്പിൾ ഡെറിവേഷൻ, സിമ്പിൾ സ്റ്റെപ്സ് ആണ്. എങ്കിൽ അടുത്തത് നമ്മുടെ ബയോട്ട്-സാവർട്ട് ലോ വലിയൊരു ഡെറിവേഷൻ ആണ്. ആ വലിയ ഡെറിവേഷന്റെ കീ പോയിന്റുകൾ മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് മാത്രം അറിഞ്ഞാൽ ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായി ഫിഗർ പഠിക്കുക. ഇതിനകത്തെ മുകളിലത്തെയും താഴത്തെയും എലിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് dB1 dB2. അതിനെ നമ്മൾ റിസോൾവ് ചെയ്തു. അവിടെ കോസ് കമ്പോണന്റ് ക്യാൻസൽ ചെയ്ത് പോയി. ഒൺലി റിമെയിൻ സൈൻ കമ്പോണന്റ്. 2 DL ഉണ്ടാക്കുന്ന സൈൻ കമ്പോണന്റ് 2 എണ്ണം ഉണ്ടെങ്കിൽ 1 DL ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? dB1 sin α ആണ്. dB1 വാല്യൂ നമുക്ക് അറിയണം, ബയോട്ട്-സാവർട്ട് ലോ. അതേപോലെ സൈൻ ആൽഫ ഈ ട്രയാംഗിളിൽ നിന്ന് കിട്ടും. അതേപോലെ ഈ ട്രയാംഗിളിൽ നിന്ന് R-ന്റെ വാല്യൂ കൂടെ കണ്ടുപിടിച്ച ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഇനി ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ കുഞ്ഞു മാഗ്നറ്റിക് വലിയ മാഗ്നറ്റിക് ഫീൽഡ് ആവും. ഇതിന്റെ ഇക്വേഷനും ഇതിന്റെ ഇന്റഗ്രേറ്റും ചെയ്തു കൊടുത്തു. ഇന്റഗ്രേഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണിത്. ഇന്റഗ്രൽ DL നമുക്കറിയാം 2πA ആണ്. അത് ഇന്റഗ്രേഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണിത്. ഇനി ഈ ഇക്വേഷൻ ഒരു ചെറിയ കലാപരിപാടി. എന്താ കലാപരിപാടി? R-ന് പകരം ഈ വാല്യൂ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസറായി. സിമ്പിൾ ആക്കി നമ്മുടെ ഡെറിവേഷൻ ഇതാ കഴിഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് എനിക്ക് കീ പോയിന്റ്. എല്ലാ ഡെറിവേഷനും ഇതേ കീ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. റെഡി അല്ലേടാ? എങ്കിൽ അടുത്തതാ മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്താണ്? മോഷൻ EMF. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെ ഒരു ഡെറിവേഷൻ ആണ്. എന്താണ്? മോഷൻ EMF-നെ കണ്ടുപിടിക്കുന്ന ഡെറിവേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു റെക്ടാങ്കുലർ ഫ്രെയിം ഉണ്ട്. PQ എന്ന് പറയുന്ന ഒരു മൂവബിൾ ആം ഉണ്ട്. ആ മൂവബിൾ ആമിനെ നമ്മൾ മൂവ് ചെയ്യിക്കാൻ നേരത്തെ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് EMF = -dφ/dt ആണ്. ഫ്ലെക്സ് ഇൻഡിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, VA cos θ ആണ്. ഏരിയ ആണ് ഇവിടെ മാറുന്നത്. ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ x ആണ് ബ്രെഡ്ത്ത് ആയിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷനകത്ത് ഏരിയയ്ക്ക് പകരം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇട്ട് കൊടുത്തു. ഇവിടുന്ന് മാഗ്നറ്റിക് ഫീൽഡിനെയും ലെങ്തിനെയും പുറത്തെടുത്തു. dx/dt നമുക്ക് എല്ലാവർക്കും അറിയാം -v ആണ്. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ സെറ്റ് ആണ്. E = BLV. സെറ്റ് അല്ല? എങ്കിൽ അടുത്തത് എന്താണ്? AC അല്ലെ, ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ ഒരു ഡെറിവേഷൻ ആണ്. ഇൻഡക്ടറിന് എന്താണ് അക്രോസ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നു? ഒരു AC കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു AC സോഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കറന്റിന്റെയും വോൾട്ടേജിന്റെയും റിലേഷൻ എപ്പോഴും ഡിറൈവ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചു വെക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, V = L × dI/dt ആണ്. ഈ ബാക്ക് EMF ആയിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ആണ് L × dI/dt. ഓക്കെ ഡാ?
എങ്കിൽ V is equal to LDA/dt ആണ്. ഇവിടെ നമ്മൾ എന്തിനെ കണ്ടുപിടിക്കുന്നു? DI നെ കണ്ടുപിടിക്കുന്നു. DI നെ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ സൈനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യുക. സൈന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മൈനസ് കോസ് ഒമേഗ ടി ആണ്. ഈ മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി മൈനസ് π/2 ആണ്. ഈ VM/L ഒമേഗാനെ നമ്മൾ കൊടുക്കുന്നു എന്താണ് മക്കളെ കൊടുക്കുന്നത്? IM എന്ന് കൊടുത്തു, പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഡെറിവേഷൻ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഫിഗർ വരക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇതേപോലെ കപ്പാസിറ്ററും അതേപോലെ തന്നെ നമ്മുടെ LCR സർക്യൂട്ടും അതും കൂടെ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക? നോക്കിയിട്ട് പോവുക. റെഡി. അടുത്തത് കർവ്ഡ് സർഫസ് ഫോർമുല. കർവ്ഡ് സർഫസ് ഫോർമുല വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ ഒപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും വലിയ ഡെറിവേഷൻ ഇതാ ഒരൊറ്റ പേജിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഫിഗർ എല്ലാവരും വരക്കാൻ പഠിക്കേണ്ടതാണ്. ഈ ഫിഗറിനകത്ത് നമ്മൾ ആദ്യം സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നു. sin A by sin R is equal to N2/N1 ആണ്. N2/N1 ആണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആംഗിൾ ഒക്കെ വളരെ ചെറുതാണ്. ഇവിടെ ഈ വരച്ചിരിക്കുന്ന ആംഗിൾ ഒക്കെ വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് sin A become I, sin R become R, tan alpha become alpha, tan beta become beta, tan gamma become gamma. അത് അറിഞ്ഞിരിക്കണം കേട്ടോ, എങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇതിനെ ഒന്നാമത്തെ ഇക്വേഷൻ ഇട്ട് കൊടുത്തു. I-നെ R-നെയും കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുത്തു. ട്രയാങ്കിൾ BNCയും അതേപോലെ തന്നെ ട്രയാങ്കിൾ INCയും. ഈ രണ്ട് ട്രയാങ്കിളിൽ നിന്നും എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് I-യുടെയും R-ന്റെയും വാല്യൂ വളരെ മനോഹരമായി കിട്ടുന്നതാണ് ഇൻ ടേംസ് ഓഫ് ആൽഫ ബീറ്റ ഗാമ. അതിനുശേഷം ഇനി ആൽഫേനെയും ബീറ്റേനെയും ഗാമേനെയും കണ്ടുപിടിക്കണം. ആൽഫേനെയും ബീറ്റേനെയും ഗാമേനെയും കണ്ടുപിടിക്കുമ്പോഴേക്കും ട്രയാങ്കിളിന് ട്രയാങ്കിൾ ONP, ട്രയാങ്കിൾ INC, അതേപോലെ ട്രയാങ്കിൾ NPC. ഈ മൂന്ന് ട്രയാങ്കിളിൽ നിന്നും ആൽഫ opposite by adjacent, beta opposite by adjacent, gamma opposite by adjacent. ആൽഫ ബീറ്റ ഗാമ കണ്ടുപിടിച്ചു. ഇതിനെ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പുതിയ ഇക്വേഷൻ എടുത്ത് ഒന്നാമത്തെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഈ രണ്ട് സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ടില്ല, അത് നമുക്ക് അറിയേണ്ടതാണ്. ഇതിനെടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന്റെ I-യും R-ഉം നമുക്ക് ഇതിന്റെ ടേബിൾ കിട്ടും. ഇതിനെടുത്ത് ഒന്നിലിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഈ രീതിയിലോട്ട് മാറുന്നതാണ്. ഇവിടെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് OP എന്ന് പറയുന്നത് എന്താ മക്കളെ? ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. അതിനെ -U എന്നും അതേപോലെ PC എന്ന് പറയുന്നത് +R ഉം അതേപോലെ തന്നെ PA എന്ന് പറയുന്നത് V എന്ന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് N2/V - N1/U = N2 - N1/R. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇത്. ഇത്രയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഇത്രയും സ്റ്റെപ്പുകൾ പഠിച്ചാൽ മതി നമുക്ക് ഈ ഡെറിവേഷൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. റെഡി എങ്കിൽ നമ്മൾ അടുത്തിലോട്ട് പോകുന്നു. കോമ്പിനേഷൻ ഓഫ് ലെൻസ് ആണ്. കോമ്പിനേഷൻ ഓഫ് ലെൻസും അതേപോലെ തന്നെ നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. അപ്പൊ കോമ്പിനേഷൻ ഓഫ് ലെൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ലെൻസിനെ നമ്മൾ കമ്പൈൻ ചെയ്തിരിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ ലെൻസിൽ നമ്മൾ ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. 1/V' - 1/U = 1/ എന്താണ് മക്കളെ? F1 ആണ് അല്ലെ. അതേപോലെ തന്നെ രണ്ടാമത്തെ ലെൻസിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ഈ രണ്ട് ഇക്വേഷൻ കൂട്ടി കഴിഞ്ഞാൽ ആൻസർ ആയി. രണ്ട് ഇക്വേഷൻ കൂട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല കിട്ടും. ഇവിടുന്ന് വളരെ വ്യക്തമാണ്. 1/V - 1/U = 1/F1 + 1/F2 ആണെങ്കിൽ ഈ സാധനം എന്തായിരിക്കും മക്കളെ? ഈ സാധനം 1/F ആയിരിക്കും. ഉഷാറാണ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമ്മൾ കടക്കുന്നു അടുത്ത എന്താണ്? റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. ഈ ചാപ്റ്ററിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റേ ഓപ്റ്റിക്സിനാണ് ഏറ്റവും കൂടുതൽ ഡെറിവേഷൻ ഉള്ളത്. അതിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ് പ്രിസം എന്ന് പറയുന്നത്. പ്രിസത്തിന്റെ ഫിഗർ വരക്കാൻ എല്ലാവരും അറിഞ്ഞിരിക്കുക. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. sin A by sin R = N ആണ്. I-നെയും R-നെയും കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ആദ്യം ഈ ക്വാഡ്രിലാറ്ററലും അതേപോലെ തന്നെ ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് R1 + R2 = ആംഗിൾ A എന്ന് കിട്ടും. ഇവിടുന്ന് ഒരു ഇക്വേഷൻ കിട്ടും, ഇവിടുന്ന് ഒരു ഇക്വേഷൻ കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി R1 + R2 = ആംഗിൾ A എന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ QMR എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തിട്ട് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡെല്ലിന്റെ വാല്യൂ കിട്ടും. അവിടെ നിന്ന് നമുക്ക് I1 + I2 കണ്ടുപിടിക്കാം. I1 + I2 എന്ന് പറയുന്നത് ആംഗിൾ A+ എന്തായിരിക്കും മക്കളെ? ഡെൽ ആയിരിക്കും. ദെൻ ആ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നു മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷൻ. എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് എഴുതിയില്ല മാർക്ക് കിട്ടത്തില്ല. മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഡെൽ = D ആണ്. I1 I2 ഈക്വൽ ആയിരിക്കും, R1 R2 ഈക്വൽ ആണ്. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ വാല്യൂ എടുത്തിട്ട് ഇങ്ങോട്ടേക്കും ഇട്ട് കൊടുക്കുമ്പോൾ I1ന്റെ വാല്യൂ കിട്ടുന്നു, R1ന്റെ വാല്യൂ കിട്ടുന്നു. അപ്പൊ I യും കിട്ടി, നമുക്ക് R ഉം കിട്ടി, R-ന്റെ വാല്യൂവും I-ന്റെ വാല്യൂവും കിട്ടി. ഇതെടുത്ത് നേരെ
ഒന്നാമത്തെ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം sin angle a plus d by 2 divided by sin angle a by 2 is equal to the refractive index of the prism. അടിപൊളി ഡെറിവേഷൻ അല്ലേടാ മക്കളെ. എങ്കിൽ ഇതാ വന്നിരിക്കുന്നു നമ്മളുടെ എന്താണ് നമ്മുടെ വേ ഓപ്റ്റിക്സിലെ കിടുക്കാച്ചി ആയിട്ടുള്ള 2 ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്. ഇത് നമുക്ക് ഒരൊറ്റ ഡെറിവേഷൻ ആയിട്ട് എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. അതാണ് റിഫ്രാക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് യൂസിങ് ഹൈഗൻ പ്രിൻസിപ്പിൾ. ഹൈഗൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതാ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് മക്കളെ, റിഫ്ലക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് ആണ്. റിഫ്ലക്ഷൻ ഓഫ് പ്ലെയിൻ വേവിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കിയടാ. ഇതാ വരികയാണ് നമ്മളൊരു ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഈ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ഒന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് പറയുന്ന മക്കളെ എന്താണ്, ഐ ആണ്. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ആംഗിൾ ഓഫ് എന്താടാ, റിഫ്ലക്ഷൻ ആണ്. ഇവിടെ ചെയ്യേണ്ട പരിപാടി എന്നാണ്, ഫിഗർ എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. ട്രയാംഗിൾ എ ബി സിയും ട്രയാംഗിൾ എ ഡി സിയും നമുക്ക് പറയാൻ പറ്റും. എ ബി സിയും എ ഡിയും ഈക്വൽ ആണ്, സെയിം മീഡിയം ആണ്, അപ്പോൾ സെയിം ദൂരമാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇതേപോലെ എ സി എന്ന് പറയുന്ന കോമൺ സൈഡ് ആണ്. അതേപോലെ തന്നെ ആംഗിൾ എ ബി ഡിയും ആംഗിൾ എ ഡി സിയും 90 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ട്രയാംഗിളിന്റെ 2 സൈഡും ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ആ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം ഈ 2 ട്രയാംഗിളും എന്താണ്, ഈക്വൽ ട്രയാംഗിൾ ആണ്, കോൺക്രുവന്റ് ആണ്. ട്രയാംഗിൾ കോൺക്രുവന്റ് ആണെങ്കിൽ ഐ ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ, 6 ആയിരിക്കും. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെറിവേഷൻ എന്തായിരിക്കും, റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് യൂസിങ് ഹൈഗൻ പ്രിൻസിപ്പിൾ ആണ്. ഈ ഫിഗർ നിങ്ങൾ മുമ്പത്തെ പോലെ പഠിച്ചു വെക്കുക. ഇവിടെ പ്രത്യേകത കൊണ്ട് ഇവിടെ V1 T യും ഇത് സെക്കൻഡ് മീഡിയം ആയതുകൊണ്ട് V2 T യും ആയിരിക്കും. ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു, സൈൻ ഐ കണ്ടുപിടിക്കുന്നു. സൈൻ ഐ, ഈ ട്രയാംഗിൾ സൈൻ ഐ എന്ന് പറയുന്നത് V1 T by AC ആണ്. AC is the hypotenuse. സൈൻ ആർ കണ്ടുപിടിക്കുന്നു, 2 ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് V1 by V2 കിട്ടുന്നു. V1 by V2 എന്ന് വെച്ചാൽ N2 by N1 ആണ്. എങ്കിൽ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു N2 by N1. മക്കളെ ഈ 10 ഡെറിവേഷൻ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റെപ്പുകളുടെ എണ്ണം കൂട്ടാൻ സാധിക്കുന്നതാണ്. മെയിൻ ആയിട്ടുള്ള കീ പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം. മറ്റുള്ള കൂട്ടുകാരിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോ ഇടാൻ എനിക്കൊരു സുഖം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയും കാണാം മക്കളെ. ബൈ ബൈ.